ഹലോ, അപ്പോൾ നമ്മൾ ഇന്ന് ഒരുങ്ങിയിട്ട് വൈകിട്ട് എങ്ങടാ പോകണമെന്ന് വെച്ചാൽ ക്നാശ്ശേരി വേലയ്ക്കാണ്. എൻ്റെ വീടിൻ്റെ അവിടെ അങ്ങനെ ഒരുപാട് വേലകളൊന്നുമില്ല, പക്ഷേ അതിൽ ഉള്ളൊരു വേലയാണ് ക്നാശ്ശേരി വേല. അതെനിക്ക് കുറച്ച് ഫേവറേറ്റ് വേലയാണ്. ചെറുത് മുതലേ എപ്പോഴും എല്ലാ വർഷവും പോണൊരു വേലയാണ്. എല്ലാ വർഷത്തിനേക്കാളും കുറച്ച് തിരക്ക് കുറവ് പോലെയാണ് എനിക്ക് ഈ വർഷം തോന്നിയത്. അതേപോലെ കടകളും എല്ലാം കുറവായിരുന്നു ഇപ്രാവശ്യം. അപ്പോൾ നമ്മൾ ആനനെ കണ്ടു. നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വേല പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ആനനെ ഫുള്ളായിട്ട് കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ചു അച്ഛൻ അതിൻ്റെ സ്പീഡ് കൂട്ടിയിട്ട് പോയിട്ട് പിന്നെ ഞങ്ങൾ ഫ്രണ്ടിൽ പോയി ആനനെയൊക്കെ കണ്ടു. എന്തുകൊണ്ടാണ് കിണാശ്ശേരി വേല എനിക്ക് ഫേവറേറ്റ് എന്ന് ചോദിച്ചാൽ പക്ഷെ എനിക്കറിയില്ല. പക്ഷെ കുറച്ച് സമാധാനത്തിൽ നല്ല കാമായിട്ട് പോയിട്ട് നല്ല വൃത്തിയായി തൊഴുതിട്ട് വരാൻ പറ്റിയിട്ട് ഉള്ളൊരു വേല ശരിക്കും കിണാശ്ശേരി വേലയാണ്. അപ്പോൾ നമ്മളൊരു ഇടയിലുള്ള വഴി കൂടിയാണ് പോകുന്നത്. അച്ഛൻ പിന്നെ മെയിനാണ്. അപ്പോൾ അച്ഛൻ ഫസ്റ്റ് റണ്ണിങ് റേസ് പോലെ ആദ്യം എത്തും, പിന്നെ നമ്മൾ പിന്നാലെ എത്തും. അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ ബാക്ക് വശത്തൂടെയാണ് പോയിരിക്കുന്നത്. വേല വന്നിട്ടുണ്ടായിരുന്നില്ല. ആ വേല വരുന്നത് കാലത്ത് കുറേ പേര് ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ തൊഴുതു. അമ്പലത്തിൽ അത്ര തിരക്കുണ്ടായിരുന്നില്ല ഉള്ളിൽ. അപ്പോൾ ഉള്ളിൽ നേരെ തൊഴുതു വരാൻ പറ്റി. അവിടെ ഒരു കൊന്ന മരമുണ്ട്. എല്ലാ പ്രാവശ്യവും ഇവിടെ ഒരു കൊന്ന മരത്തിൽ ഇങ്ങനെ നിറച്ച് കൊന്നപ്പൂക്കൾ ഉണ്ടാവും. അപ്പോൾ നമുക്ക് വിഷുവിൻ്റെ ഓർമ്മ വരും. വിഷു ആവാനായല്ലോ എന്ന് നമുക്ക് ഒന്നും കൂടെ ഓർമ്മ വരും മനസ്സിൽ. അപ്പോൾ അവിടെയൊക്കെ നിന്ന് കുറച്ച് വീഡിയോസ് ഫോട്ടോസൊക്കെ എടുത്തു. നന്നായി വൃത്തിയായി തൊഴുതിയതിന് ശേഷം പിന്നെ പന്തലൊക്കെ കാണാൻ പോയി. അപ്പോൾ പിന്നെ അടുത്ത പരിപാടി കമ്മൽ, പൊട്ട്, വള, മാല അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നോക്കാൻ വേണ്ടി പോയതാണ്. പക്ഷെ കടകൾ കുറേ അധികം കുറവായിരുന്നു എല്ലാ വർഷത്തിനേക്കാളും. അപ്പോൾ ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങാനൊന്നും പറ്റിയില്ല. വാങ്ങിയ സാധനങ്ങളൊക്കെ ഇടുമോ ഇല്ലയോ എന്നല്ല, പക്ഷേ ഇതൊക്കെ വാങ്ങും ഒരു സന്തോഷം. അപ്പോൾ നല്ല തിരക്ക് വന്നു, കാരണം വേല എത്താനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ നല്ല തിരക്കായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കടയിലൊക്കെ കയറി കുറച്ച് കമ്മലുകളൊക്കെ നോക്കി അത്യാവശ്യം കുറച്ചെണ്ണമൊക്കെ വാങ്ങി. പിന്നെ അവിടെ ഒരുപാട് തിരക്ക് വരാൻ തുടങ്ങിയപ്പോൾ നമ്മൾ പിന്നെ നല്ല തിരക്ക് കൂടെ കൊണ്ടുവരും. അപ്പോൾ രാജാവിന് എന്ത് ക്യൂ എന്ന് പറഞ്ഞ പോലെ അച്ഛൻ ആദ്യമേ പോയി. ഞങ്ങൾ പിന്നാലെ, അതുകൊണ്ട് ഞങ്ങൾക്ക് വഴിയൊക്കെ വേഗം കിട്ടി. പോയിട്ട് ഐസ്ക്രീമൊക്കെ കഴിച്ച് പിന്നെ നല്ല നിലാവൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു സർബത്തൊക്കെ കുടിച്ചിട്ട് പിന്നെ വീട്ടിലേക്ക് പോയി. അതിൻ്റെ ഇടയിൽ ഞാൻ അവിടെ നിന്നൊരു വള വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഗൂഗിൾ പേ വർക്കാവാത്തതുകൊണ്ട് ആ ചേട്ടൻ എനിക്ക് വളയും നമ്പറും എഴുതി തന്നിട്ട് വീട്ടിൽ പോയി GPay ചെയ്താൽ മതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ GPay ഒക്കെ ചെയ്ത് ഇതാണ് വള. ബൈ.